US ഉൽപാദനം വർദ്ധിപ്പിക്കാനും ജോലികൾ അമേരിക്കയിലേക്ക് തിരികെ കൊണ്ടുവരാനുമുള്ള ശക്തമായ സമ്മർദ്ദം ലോകമെമ്പാടുമുള്ള ടെക് ഭീമന്മാർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. ഈ നീക്കത്തിന്റെ ഭാഗമായി അമേരിക്കയിൽ ഉൽപാദനം നടത്താത്ത രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സെമി കണ്ടക്ടറുകൾക്ക് 100% താരിഫ് ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ അത് ലോകമെമ്പാടുമുള്ള സാങ്കേതിക വ്യവസായത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ചിപ്പുകളുടെ നിർമ്മാണത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്ന തായ്വാൻ, ദക്ഷിണ കൊറിയ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയുമായിരുന്നു. എന്നാൽ ഈ നീക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചില കമ്പനികൾക്ക് അവസരം നൽകുമെന്നും അമേരിക്കയിൽ നിക്ഷേപം നടത്താൻ പ്രതിജ്ഞാബദ്ധരായവർക്ക് ഇളവ് ലഭിക്കുമെന്നും ട്രംപ് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വർദ്ധിച്ചുവന്ന സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഈ നിർണായക ഘട്ടത്തിലാണ് ആപ്പിൾ സിഇഒ ടിം കുക്ക് വൈറ്റ് ഹൌസിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത്. തുടർന്ന് ആപ്പിൾ അടുത്ത 4 വർഷത്തിനുള്ളിൽ US നിർമ്മാണ മേഖലയിൽ $100 ബില്യൺ അധികമായി നിക്ഷേപിക്കുമെന്ന സുപ്രധാന പ്രഖ്യാപനവും നടത്തി. ചൈനയെ പോലുള്ള വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചുള്ള ഉൽപാദനം കുറയ്ക്കണമെന്ന ട്രംപിന്റെ ആവശ്യത്തിന് ഒരു മറുപടിയായിരുന്നു ഈ ഒരു പ്രഖ്യാപനം. എന്തായാലും ഒന്നും കാണാതെ ഇത്രയും ഭീമമായ നിക്ഷേപം ആപ്പിൾ ചെയ്യില്ലല്ലോ. ഈ പ്രഖ്യാപനത്തിന്റെ പ്രതിഫലം എന്നോണം ഇറക്കുമതി ചെയ്യുന്ന സെമി കണ്ടക്ടറുകൾക്ക് 100% താരിഫ് ചുമത്തുന്നതിൽ നിന്ന് ആപ്പിളിന് ഒരു പ്രധാന ഇളവ് ലഭിച്ചിട്ടുണ്ട്. ഇത് ആഗോള വിതരണ ശൃംഖലയെ ആശ്രയിക്കുന്ന ആപ്പിളിന് വലിയ ആശ്വാസവുമാണ്. അമേരിക്കൻ ഐക്യനാടുകളിൽ വിൽക്കുന്ന ഐഫോണുകൾ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്ന തന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പായിട്ടാണ് ട്രംപ് ഈ ഒരു നീക്കത്തെ വിശേഷിപ്പിച്ചത്. അമേരിക്കയിൽ മാത്രം ഒതുങ്ങാതെ ആഗോളതലത്തിൽ ആപ്പിൾ നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണിതെന്നും ട്രംപ് എടുത്തു പറഞ്ഞു. ഈ പുതിയ തന്ത്രപരമായ നീക്കത്തിന്റെ സൂചനയായി ടിം കുക്ക് ട്രംപിനൊരു പ്രത്യേക സമ്മാനവും നൽകി. കെൻറ്റക്കിയിലെ ഒരു പ്ലാന്റിൽ നിർമ്മിച്ച ആപ്പിളിന്റെ ഒരു ഗ്ലാസ് പീസും യൂട്ടായിൽ നിർമ്മിച്ച 24 കാരറ്റ് സ്വർണ്ണ അടിത്തറയും ഉൾക്കൊള്ളുന്ന ഒരു ഫലകം. ഇത് ആപ്പിളിന്റെ പുതിയ അമേരിക്കൻ മാനുഫാക്ചറിംഗ് പ്രോഗ്രാമിന്റെ പ്രതീകമായിരുന്നു. ഈ നിക്ഷേപം 10 US കമ്പനികളുമായി പുതിയതും നിലവിലുള്ളതുമായ സഹകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഉപയോഗിക്കും. ഇതിൽ കോർണിംഗ്, കോഹെറന്റ് അപ്ലൈഡ് മെറ്റീരിയൽസ്, ടെക്സസ് ഇൻസ്ട്രുമെന്റ്സ്, ബ്രോഡ്കോം തുടങ്ങിയ മുൻനിര കമ്പനികൾ ഉൾപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഐഫോണുകളിലും ആപ്പിൾ വാച്ചുകളിലും ഉപയോഗിക്കുന്ന ഗ്ലാസ് നിർമ്മിക്കുന്നതിനായി ആപ്പിൾ അതിന്റെ ദീർഘകാല പങ്കാളിയായ കോർണിംഗുമായി സഹകരണം ശക്തിപ്പെടുത്തുന്നു. ഈ പങ്കാളിത്തം വിപുലീകരിക്കുന്നതിന് മാത്രമായി $2.5 ബില്യൺ നിക്ഷേപം നടത്താൻ ആപ്പിൾ പദ്ധതിയിടുന്നു. കൂടാതെ ഐഫോണിന്റെ വൈബ്രേഷൻ സംവിധാനത്തിന് ആവശ്യമായ കാന്തങ്ങൾ നിർമ്മിക്കുന്നതിനായി അമേരിക്കയിലെ ഏക അപൂർവ എർത്ത് മെറ്റീരിയൽസ് നിർമ്മാതാക്കളായ MP മെറ്റീരിയൽസ് എന്ന കമ്പനിയുമായി $500 മില്യൺ കരാറും ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് ടെക്സസിലെ ഒരു നിർമ്മാണ കേന്ദ്രം വികസിപ്പിക്കാനും പുനരുപയോഗിച്ച വസ്തുക്കളിൽ നിന്ന് ഈ കാന്തങ്ങൾ നിർമ്മിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമായിരുന്നു.